ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിടിലൻ ബിരിയാണി തന്നെ കേട്ടോ അത്. വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ്. എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാനിതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ പല ഭാഗം മിസ്സാവും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് വൈറ്റ് ബിരിയാണിയാണ്. ഞാനതിന് മുമ്പിൽ ടിക്ക ബിരിയാണി ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താൻ ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിടുവെന്നുള്ളത്. അപ്പോൾ അതാ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, അടിപൊളി മണമാണ്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ചേരുവൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരുപാട് മസാലൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉമ്മാസ് ഡെയിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ 1 കിലോ ബീഫ് എടുത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാര വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ബീഫിൻ്റെ ഇറച്ചിയുണ്ട്. അതിൽ 2-3 വലിയൊരു എല്ലുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് വെക്കുമ്പോൾ ഒരു 2 എല്ല് ഇടുക. പിന്നെ കുറച്ച് നെയ്പ്പുള്ള ഇറച്ചി എടുക്കുക. എന്നിട്ടത് എല്ലാണ്, ഇതുപോലത്തെ 2-3-4 എല്ലുണ്ട്. പിന്നെ ബീഫ് ഞാൻ കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ട്. നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടുണ്ട്. ചെറിയ ബേ ലീഫ് ആണെങ്കിൽ 2 ഇടുക. അത് ഇതിൻ്റെത് വലുതാണ്, അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. അതിലേക്ക് ഞാൻ ഒരു തുണ്ട് പട്ട, 3-4 ഏലക്കായ, 2 കറുത്ത ഏലക്കായ, ഒരു ജാതിപത്രി, ഒരു തക്കോലം, 3-4 ഗ്രാമ്പു, ഇതെല്ലാം പാടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഷാജീരകം ഇട്ടിട്ടുണ്ട്. ഷാജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, ഒരുപാട് വിലയൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് 1.5 ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മല്ലി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 3 തക്കാളി ഇടുന്നുണ്ട് ഞാൻ. നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് അരച്ചതാണ് ഇടുന്നത്, ചതച്ചത്. പിന്നെ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ്. രണ്ടും ഒരേപോലെ എടുത്ത് അരച്ചെടുത്തതാണ് ഞാൻ. പിന്നെ അതിലേക്ക് ഇടുന്നത് 1/4 കപ്പ് തൈരാണ്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് 1/2 കപ്പ് ഓയിലാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ഇതെല്ലാം പാടെ ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കരണ്ടിയും കൊണ്ടോ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൺ അമർത്തിയ ശേഷം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി ഞാനതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീഫിനും നിങ്ങളുടെ കുക്കറിനും അനുസരിച്ചിട്ടായിരിക്കും ബീഫിൻ്റെ വേവ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വിസിലടിപ്പിക്കുക. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാ വിസിലൊക്കെ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുഴുവൻ എയർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. അപ്പോൾ അത് ഞാനത് കുക്കർ ഓഫാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അരി ഒന്ന് കഴുകി വെള്ളത്തിലിടാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ വെള്ള ബസ്മതി റൈസാണ്. ഇനി നിങ്ങൾ സെല്ല ബസ്മതി റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ മുൻപ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം കേട്ടോ. ഇത് പിന്നെ ഒരുപാട് നേരം കുതിർത്തേണ്ട, ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം കുതിർത്തിയാൽ മതി. നല്ലപോലെ 3-4 വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് കുതിർത്തി വെക്കുന്നുണ്ട് ഞാൻ. വെള്ളത്തിൻ്റെ കളർ ഇതാ വെള്ള കളർ ആവുന്നവരെ നല്ലപോലെ കഴുകിയിട്ട് വേണം നല്ല വെള്ളം ഒഴിച്ച് വെക്കാൻ. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ എയറൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10% കൂടി ഒന്ന് വേകാനുള്ളൂ. നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ വറുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി വറുത്ത എണ്ണയാണ് ഞാൻ ബീഫിലേക്ക് ഒഴിച്ചത്. 2 വലിയ ഉള്ളി എടുത്ത് നല്ലപോലെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും 1 കൈപ്പിടി പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി അതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് ചട്ടിയിലാണോ ദമ്മിടുന്നത് ആ ചട്ടിയിൽ നമ്മൾ ബീഫ് ഒഴിക്കുക. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ബീഫൊക്കെ നല്ലപോലെ 4 പുറത്തേക്ക് ആക്കി വെക്കുക. നടുവിൽ വെള്ളം മാത്രം നിൽക്കും പോലെ ആക്കുക കേട്ടോ. ഞാനിതൊരു ലോ ഫ്ലെയിമിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി ഒരുപാട് ബീഫ് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 പറ ആക്കി വെച്ചത്. എന്നിട്ട് ബീഫിൻ്റെ മേലെ കൂടെ നമ്മൾ മിക്സ് ആക്കി വെച്ച പുതിനയിലയും മല്ലിയിലയും ഉള്ളിയും പച്ചമുളകും പാടുള്ള മിക്സ് ബീഫിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പച്ചയും ചുവപ്പൊക്കെ പടത്തിട്ട് പറഞ്ഞാൽ നമ്മൾ ചോറ് വിളമ്പുമ്പോൾ അതിൽ പച്ചയും ചുവപ്പൊക്കെ കളറായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ ഒരു ചെറുനാരങ്ങ ഞാൻ മുറിച്ചിട്ട് കനല്ലാതെ മുറിച്ചിട്ട് അത് 4 പുറത്ത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പീസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തമ്പനയിൽ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇടുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. നമ്മൾ 1.5 ടീസ്പൂൺ ആദ്യം ഇറച്ചിയിലിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാക്കി മൂടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. കുറച്ചൊന്ന് സെറ്റായി കിട്ടുകയും ചെയ്യപ്പോഴേക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വെച്ചെടുക്കാം. ഞാനിത് ചോറ് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറ് പോലെയല്ല, വെച്ച് ഊറ്റുകയാണ്. അതിനിതാ വെള്ളം വെച്ചിട്ടുണ്ട്. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. വെള്ളത്തിൽ നല്ലപോലെ ഉണ്ടെങ്കിലാണ് നമ്മുടെ അരിയിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. നോക്കിയപ്പോൾ ഉപ്പില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിത് തുറന്ന് ഇളക്കി. അതിന് ശേഷം എന്താ നമ്മൾ കഴുകി നല്ലപോലെ വാര വെച്ച അരിഞ്ഞെടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇടുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് 1 കിലോ ബസ്മതി റൈസാണ്. 1 കിലോ ബസ്മതി റൈസും 1 കിലോ ബീഫുമാണ്. അതിൽ ഇറച്ചി 1 കിലോനും 2-3 എല്ലും പാടായിട്ട് ഒരു 1.25 ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ അരിക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, നമ്മൾ വെച്ച് ഊറ്റണ കാരണം കൊണ്ടാണെങ്കിൽ. അരിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതാ 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അരി ഒന്ന് നീളം വെക്കാൻ തുടങ്ങും. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഒരുപാട് വെന്ത് പോകരുത്. ഒരു 3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഇതാ നമ്മുടെ അരി നീളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ 2ആയിട്ട് പൊടിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ പരുവം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോറ് നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോറ് കോരിയിടുന്നുണ്ട്. ചോറ് നല്ലപോലെ ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ, ചെയ്യാത്തവരൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഞാൻ ചോറൊക്കെ മുഴുവനായിട്ടും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗത്ത് ഞാൻ ഓരോരോ ഓട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആവി ഒന്ന് മേലേക്ക് കയറിയിട്ട് നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും. എല്ലാ ഭാഗത്തും അടിയിലത്തെ മസാലൻ്റെ ഫ്ലേവർ നമ്മുടെ മേലത്തെ ചോറ് വരെ എത്തും. പിന്നെ ഞാൻ ചോറ് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒഴിക്കണം. അതിന് ഞാൻ 1.5 കപ്പ് വെള്ളം ചോറിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിൽ ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചാൽ മതി. അരിൻ്റെ മേലെ കൂടെ ഒഴിച്ചാൽ മതി. നമ്മൾ അരി മുഴുവനായിട്ടും വേവിച്ചിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളൂ. അരി വേകണത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് വേവിക്കരുത്. അപ്പോൾ ഞാൻ നെയ്യ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് എയർ പോകാത്ത രൂപത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക.
5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ദമ്മ് പൊട്ടിക്കുക. ഫ്ലെയിം ഓഫ് ആക്കി കൂടുമ്പോൾ ഒരിക്കലും ചട്ടി തുറക്കരുത്. ഒരു 10-20 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴാണ് നമ്മുടെ ദമ്മ് സെറ്റ് ആയിട്ടുണ്ടാകുക. അപ്പോൾ അതാണ്ട് തുറന്നിട്ടുണ്ട്. തുറന്നപ്പോൾ എൻ്റെ പൊന്നു എന്തോ ഒരു മണമാണ് അറിയോ, അടിപൊളി മണമാണ്. അതുപോലെ തന്നെ ആയിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചവർക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്തു. നമ്മൾ ഇതിൻ്റെ മുമ്പേ ഒരുപാട് ബിരിയാണിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് പേരൊക്കെ കണ്ട് നല്ല നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ നമ്മളിത് ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അടിയിൽ ഒരു പൊട്ട് പോലും വെള്ളമില്ല. നമ്മൾ 1.5 കപ്പ് വെള്ളം ചോറിൻ്റെ മേലെ ഒഴിച്ച്, ബീഫിലും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അരി വേകാനുള്ള കറക്റ്റ് പാകത്തിലുള്ള വെള്ളമാണ്. 1.5 കപ്പ് വെള്ളം നമ്മൾ ബീഫിൽ ഒഴിച്ചത്, 1.5 കപ്പ് വെള്ളം ചോറിൻ്റെ മീതി ഒഴിച്ച്, 3 കപ്പ് വെള്ളം. അപ്പോൾ നിങ്ങൾ ദമ്മിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫ്ലെയിം മീഡിയത്തിലും അല്ല ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും, അങ്ങനെ 20 മിനിറ്റ് ദമ്മിടുക. പിന്നെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ദമ്മ് തുറക്കുക. അരി ഒരു 3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു, ബൈ. അപ്പോൾ ഞങ്ങളെന്താ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ ചോറൊക്കെ ഉണ്ട്, അടിവരി, ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.